എങ്ങനെയുണ്ട് നോക്കിയേ? ജയേട്ടാ പ്രിയേ പ്രിയേ ഇടി പ്രിയേ പ്രിയേ. ചില മേഖലകളില്, പ്രത്യേകിച്ചും നഗരമേഖലകളില് ഇപ്പോഴും കുറച്ച് സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ചും നടപ്പാക്കാത്ത പഴയ വാഗ്ദാനങ്ങളെക്കുറിച്ച് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും ജനങ്ങളുടെ മനസ്സ് നമ്മുടെ കൂടെ. എല്ലായിടത്തും ആവേശം, എല്ലായിടത്തും ഒരേ കാര്യം, മാറ്റത്തിനുള്ള ആവേശം. ഒറ്റ വാക്കി പറഞ്ഞ ഈ ജാഥ നമുക്ക് വലിയ മൈലേജ് തന്നിട്ടുണ്ട്. ഇപ്പോ ഈ മൊമെന്റ് നമ്മൾ നന്നായി ഉപയോഗിച്ച ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ കുറഞ്ഞത് 100-ലധികം സീറ്റുകളോടെ ജയിച്ചു കയറും. ദൈവമേ, യുവമാര് ജയിക്കൂ? എന്റെ ദീപകിന്റെ കാര്യം കുഴപ്പത്തിലാകൂ? ദൈവമേ, കുറഞ്ഞതൊരു 100 സീറ്റെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ കൃഷ്ണ ഭഗവാനെ, ഞങ്ങളെല്ലാം അവിടുത്തെ തിരുമുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ നീതി നന്മയും നടപ്പാക്കാൻ വേണ്ടിയല്ലേ അവിടുന്ന് അവതരിച്ചത്. അതെല്ലാം നടത്തി തരണേ, ഞങ്ങളെ കാത്തോണേ. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വർമ്മ സാറിനെ കാത്തോണേ. സാർ ഇത്തവണയും ജയിച്ചു വരണേ. വെറും കൈയോടെ ദൈവത്തിന്റെ തിരുമുമ്പിൽ വന്നിങ്ങനെ പ്രാർത്ഥിക്കരുത്. എന്തെങ്കിലും ഒന്ന് ദൈവത്തിന് കൊടുക്കണം. കാശ് കൊടുക്കാൻ പിശുക്കുള്ളവര് ഒരു പൂവെങ്കിലും ദൈവത്തിന് കൊടുക്കണം. പൂവും മറ്റും കൊടുക്കുന്നത് ശരിയാ, പക്ഷെ കാശെന്തിനാ ദൈവത്തിന്? ഈ ലോകം മൊത്തം സൃഷ്ടിച്ച ഇതിന്റെ എല്ലാത്തിന്റെ ഉടമസ്ഥനായ ദൈവത്തിന് കാശെന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നിക്ക് പറയാം, ഞാൻ ഭഗവാനോടൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഓ ഭഗവാനെ, എന്നെ കാത്തു രക്ഷിക്കണേ. ഈ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറഞ്ഞാൽ ഒരു ചാകര കാലമാണ്. ഈ ചാകരകളിൽ എന്നെയും കൂടെ ചേർക്കണേ. ഈ ഇലക്ഷൻ കഴിയുമ്പോ എന്നെ ഒരു വലിയ കാശുകാരിയാക്കണേ. എല്ലാവരും എന്നെ കൊച്ചമ്മണി മുതലാളി എന്ന് വിളിക്കാൻ ഇടവരുത്തണേ. വേണുവിന് ചായ വേണോ? എനിക്ക് ചായയും വേണ്ട, കാപ്പിയും വേണ്ട. ഇനിയെങ്കിലും നീ ഒന്ന് സമാധാനമായിട്ടിരിക്കണ്ടേ രാധ. അല്ല, ഭഗവാന് കാശ് എന്തിനാണെന്ന് വേണുവച്ചാൻ ചോദിച്ചില്ലേ? അതെ, ഇതിന്റെ ഉടയവനെല്ലാം അവിടുന്നല്ലേ? അതെ. എന്നാ ചില ദൈവങ്ങൾക്ക് കാശ് വേണം. എന്റെ ദൈവങ്ങൾക്ക് കാശും വേണം, കള്ളും വേണം. ഇതിനു മുമ്പ് അങ്ങനെ ഒരു ദൈവത്തെ ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലോ. അതെ, അത്ര പ്രശസ്തമല്ലാത്ത ഒരു ദൈവ എന്റെ മൂർത്തി ശിങ്കിടി മുങ്കൻ. ഞാനൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാ മതി, ആ സെക്കൻഡിൽ ഭഗവാൻ എന്റെ മുമ്പിൽ വരും. എന്റെ കല്യാണം കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എന്റെ ശരീരത്തൊരു പ്രേതം കൂടി. പ്രേതോ? ആ, കെട്ടിത്തൂങ്ങി ചത്ത ഒരു ആനക്കാരന്റെ പ്രേതോ കൂടിയത്. പ്രേതബാധ തീരുന്നത് വരെ എന്റെ ഭർത്താവ് വാരിജാശംപിള്ള ആശാനായിരുന്നു അന്ന് എന്റെ ആന, ഞാൻ പാപ്പാനും. അയ്യോ, അങ്ങേരുടെ പരിപ്പിളകി കാണൂലോ. വാരിജാശംപിള്ള ആശാനെ ആനയാണെന്ന് കരുതി ഞാൻ ചങ്ങലക്കിടുകയും ഒത്തിരി തല്ലുകയും ചെയ്തു. ഓലമടല് തീറ്റിക്കാനും ഒരു ശ്രമം നടത്തി. ആ പാവം പിന്നെ ഇങ്ങനെ രക്ഷപ്പെട്ടു. ശിങ്കിടി മുങ്കൻ ദൈവം വന്ന് എന്നിൽ നിന്ന് ആ ആനക്കാരൻ പ്രേതത്തിനെ അടർത്ത് മാറ്റി. ഓ, ഇതെന്താണ് അവൻ രാഷ്ട്രീയം വിട്ട് തവള പിടുത്തം തുടങ്ങിയോ? ഓ, വല്ലാത്ത ഉഷ്ണം. ഞാനൊന്ന് കാറ്റ് കൊള്ളട്ടെ.
നിങ്ങളെന്താ ലോഡിങ് ആൻഡ് അൺലോഡിങ് പണി തുടങ്ങിയോ? നീ പോയി ആ വാതിലെ കടക്ക് ചെല്. ഡേ നീ ഇതൊന്ന് നോക്കിയേ. എങ്ങനെയുണ്ട് നോക്കിയേ. ജയേട്ടാ, ഏ ഏ പ്രിയേ പ്രിയേ ഇടി പ്രിയേ പ്രിയേ ഇടി പ്രിയേ. ജയേട്ടാ നമ്മള് റിച്ച് ആവാണല്ലേ? അതെടി പ്രിയേ, ഈ ഇലക്ഷൻ കഴിയുന്നതോടു കൂടി നമ്മൾ കോടീശ്വരനാകും. ചേട്ടാ, പ്രിയേ ഈ ഇലക്ഷൻ കഴിയുന്നതോടെ നമുക്ക് ഇവിടം വിട്ടങ്ങ് പോണം. എങ്ങോട്ട് പോവും? ഈ കാശും കൊണ്ടുപോയി വല്ല ഇംഗ്ലണ്ടിലോ മറ്റോ ഒരു കൊട്ടാരം വെക്കണം. എന്നിട്ട് അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. വെരി ഗുഡ്. സായിപ്പിനെയും മദാമയും പോലെ. അങ്ങനെ നിങ്ങളുടെ തള്ളയുടെ ശല്യം എന്നേക്കുമായിട്ട് ഒഴിയുമല്ലോ. ശരിയാക്കി തരാം. ആ കിളവിയ അത് ചാക്ക് വെട്ടി മാറ്റണം. അല്ല ആരിത്? അമ്മയോ? അല്ലടാ, നിന്റെ അമ്മയുടെ അച്ഛൻ തൊമ്മച്ചൻ. എന്നാണ് റിച്ചാർഡ് സാഹിബും മങ്കി മാതാമയും കൂടെ ഇംഗ്ലണ്ടിലേക്ക് പോണത്? അത് ശരി. അപ്പൊ എല്ലാം ഒളിഞ്ഞെന്ന് കേക്കുവായിരുന്നല്ലേ? കേട്ടടി, എന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ച കാര്യവും കേട്ട്. ജയേട്ടാ, ഇവര് പറയുന്നത് കേട്ടോ? ഇതൊക്കെ ഇവര് കേട്ടെന്ന്. ആ, നീയൊക്കെ ഇനി ഇംഗ്ലണ്ടിലല്ല അമേരിക്ക പോയി ഒളിച്ചാലും ഞാൻ നിന്റെയൊക്കെ കൂടെ ഉണ്ടാവും, നിന്റെയൊക്കെ കാലനായിട്ട്. അല്ലടാ, ഇപ്പൊ കൊണ്ടുവന്ന ഒരു ചാക്ക് കാശ് എങ്ങോട്ട് മുക്കിയടാ? തള്ളേ, എന്റെ കാര്യം തലയിടല്ലേ. അവരെയൊക്കെ തലയുടെ കാണിച്ച് നിങ്ങൾക്ക് മേടിച്ചെന്നില്ലേ 10 ലക്ഷം. എടാ, അവസരം എപ്പോഴും ഒത്തുവരില്ല. കാശുണ്ടാക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോഴും. അത് ശരിക്കും മുതലെടുത്തോ. എന്നെ കൂട്ടിക്കോ, വേല ഞാൻ പറഞ്ഞു തരാം. ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. അവള് വരുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലേ? അവള് വരും ദീപക്കേ. നിന്റെ അച്ഛനല്ലല്ലോ അവളുടെ അച്ഛൻ. അവള് പ്രതാപവർമ്മയുടെ മകളാ. വാക്ക് പറഞ്ഞാൽ അവളത് പാലിച്ചിരിക്കും.